അപ്പൊ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണം അങ്ങനെ ഒരു താല്പര്യം? അത് എന്റെ ടീച്ചർമാരാ അതിന്റെ മെയിൻ കാരണമായത്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യമൊന്നും അറിയില്ലായിരുന്നു. 10th കഴിഞ്ഞ് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും നല്ലതാണ്, പക്ഷെ എന്നാലും CUET ഒരു നല്ലത്. അതുകൊണ്ട് പോണ്ടിച്ചേരിയിൽ പോകാൻ ഇപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓൺലൈനിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടതാണ് എഡ്യൂബിക്സിനെ കുറിച്ച്. അങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടത്. പിന്നെ അച്ഛൻ മാത്സ് ആണ് സബ്ജക്ട്. അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് അച്ഛനോടും ചോദിക്കും. അച്ഛൻ കുറച്ച് ക്വസ്റ്റ്യൻസും തരും നമുക്ക്. അവിടെ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതെല്ലാം നല്ല മിടുക്കരായ കുട്ടികളായിരിക്കും. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ മോട്ടിവേഷൻ ആവും, എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനത്തെത്തുക. അപ്പം മിക്ക കുട്ടികളും ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആണല്ലോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഇപ്പോഴും ഇല്ല. അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല ഞാനത് എടുക്കുന്നതിനോട്. നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴയിലാണ്. ഞാൻ ഭദ്രയുടെ വീട്ടിലാണുള്ളത്. ഭദ്രയെ പരിചയപ്പെടുത്താം. എഡ്യൂബിൾസ് ലേണിംഗിന്റെ 2026 CUET ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 98.9% ഇംഗ്ലീഷിലും അതുപോലെ തന്നെ 92% ഹിസ്റ്ററിയിലും നേടിക്കൊണ്ട് ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഡ്മിഷൻ നേടി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗാർഗി കോളേജിൽ അഡ്മിഷൻ നേടി, ഇപ്പൊ ഇതാ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഇപ്പൊ ഭദ്രയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഭദ്രന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ സിമ്പിളായിട്ട് ഭദ്ര, എന്താണ് ഭദ്രയെ കുറിച്ച് ഭദ്രക്ക് പറയാനുള്ളത്? എവിടെ നിന്ന് വരുന്ന കാര്യങ്ങള്, സ്ഥലം എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് സ്കൂൾ പഠനം, ഭദ്രക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. എന്റെ പേര് ഭദ്ര രാജേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള രാമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 10th വരെ പഠിച്ചത് ഇവിടെ അടുത്ത് തന്നെയുള്ള വലിയഴിക്കൽ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചത് +1 +2 പഠിച്ചത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളത്തായിരുന്നു. 10th കഴിഞ്ഞ് എനിക്ക് ഹ്യൂമാനിറ്റീസ് എന്ന വിഷയത്തോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഹ്യൂമാനിറ്റീസിലേക്ക് മാറി. അങ്ങനെ അത് ആ ഒരു സ്ട്രീം എടുക്കുകയായിരുന്നു. 10th നല്ല സ്കോർ ഉണ്ടായിരുന്നു, ഫുൾ A+ ഉണ്ടായിരുന്നു. 10th ഫുൾ A+ ഉണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ നാട്ടിലുള്ളൊക്കെ ഒരു കാര്യമാണ് 10th ഫുൾ A+ കിട്ടിയ സയൻസ് പോകണമെന്നുള്ളത്. ഞാനുണ്ട് ഈവൻതോ ടീച്ചറാണ്, +2 ആരും A+ ആക്കി ആരും ഇതിലേക്ക് വന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണം അങ്ങനെ ഒരു താല്പര്യം? മെയിനായിട്ടും പറഞ്ഞാൽ എനിക്ക് ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളോടുള്ള ഇഷ്ടം കൊണ്ടുമായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോ തോന്നി എല്ലാവരും സയൻസിലോട്ട് പോകുന്നു. അപ്പൊ പിന്നെ ഒരു ചേഞ്ച് എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്തുകൂടാ. വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അച്ഛനമ്മനെ കിട്ടിയാലും അത്ര +2 വിചാരിക്കാം. പൊതുവെ +2 10 അത് കിട്ടിയാൽ നേരെ സയൻസ് എടുക്കുക, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അങ്ങനെ തന്നെ തള്ളിവിടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ വിഷയം, എങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയത്? അത് എന്റെ ടീച്ചർമാരാ അതിന്റെ മെയിൻ കാരണമായത്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യമൊന്നും അറിയില്ലായിരുന്നു. 10th കഴിഞ്ഞ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം സ്കൂളിൽ പോയപ്പം ടീച്ചർമാരെപ്പോഴും നമ്മളോട് പറയുമായിരുന്നു, ഫസ്റ്റ് ഇയർ തൊട്ട് CUET എഴുതണം, വലിയ നല്ല കോളേജുകളാണ്, ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളെക്കാട്ടിലും ഒരു പടി മുമ്പിൽ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷറും ഒക്കെ കിട്ടും. അപ്പം ഞാൻ നന്നായിട്ട് പഠിക്കുന്നെന്ന് ടീച്ചർമാർക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞു, ഈ പരീക്ഷ +2 കഴിയുമ്പോൾ എല്ലാവരും എന്നോട് എഴുതാൻ പറഞ്ഞു. അപ്പം ഓരോ അഡ്വൈസ് തന്നതെല്ലാം ടീച്ചർമാരായിരുന്നു. അങ്ങനെയാണ് ശരിക്കും അങ്ങനത്തെ ടീച്ചർമാർ കിട്ടുന്നത് ഭയങ്കര ബ്ലെസ്സിങ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാർ ഇക്കാലത്ത് കുറവാണ്. കാരണം ഒരു കേരളത്തിൽ പക്ഷെ 4 ലക്ഷത്തോളം കുട്ടികൾ എഴുതാനുണ്ട്. 4 ലക്ഷം കുട്ടികൾ +2 പഠിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ 50,000 കുട്ടികൾ CUET എഴുതുന്ന അത്രയും വളരെ കുറഞ്ഞ ആളുകൾക്ക് അവയർനെസ് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ കോഴ്സ് ഇപ്പൊ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി ഏറ്റവും അത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഹൈദരാബാദിനോട് താല്പര്യമുണ്ട്. കിട്ടുമെന്ന് അറിയില്ല, ഇത്തിരി പാടാണല്ലോ, എന്റെ ഒരു കോമ്പിറ്റൻസി ഇത്തിരി ഇതാണ്. പക്ഷെ എനിക്ക് വേറെ ഇപ്പൊ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും നല്ലതാണ്, പക്ഷെ എന്നാലും CUET ഒരു നല്ലത്. അതുകൊണ്ട് പോണ്ടിച്ചേരിയിൽ പോകാൻ ഇപ്പം നിൽക്കുന്നുണ്ട്. പോണ്ടിച്ചേരി എന്തായാലും പോണ്ടിച്ചേരിയും കിട്ടി, CUET ഒക്കെ കിട്ടി, ഇനി HCയും കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ്? ഇപ്പൊ ഇംഗ്ലീഷിൽ നല്ല സ്കോർ ഉണ്ട്, ഹിസ്റ്ററി സ്കോർ ഉണ്ട്, എക്കണോമിക്സും പൊളിറ്റിക്സും ഉണ്ട്. ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? അത് ഹിസ്റ്ററിയാണ്. ഓക്കെ, പൊതുവെ ഞാൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് എന്താണ് എങ്ങനെയൊക്കെയാണ് ഒരു ഭാവി പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേക്കോര്? UPSC എഴുതാനും ആഗ്രഹമുണ്ട്. എല്ലാ ഗവൺമെന്റ് എക്സാംസും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഹിസ്റ്ററിയിൽ റിസർച്ച് ചെയ്യണം താല്പര്യമുണ്ട്. അപ്പൊ ഏറ്റവും PGയും JRF ഒക്കെ എടുത്തിട്ട് PhD നേടണം, UPSC എഴുതണം. നല്ലൊരു ഓഫീസർ ആവാൻ ദൈവം തുണക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ എങ്ങനെ CUET എക്സാമിനെ കുറിച്ച് ടീച്ചർമാർ പറഞ്ഞു? ഓക്കെ, എങ്ങനെയാ പിന്നെ എഡ്യൂബിൾസിനെ കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് കാര്യങ്ങൾ? ഇതിനെ കുറിച്ച് ഞാൻ എന്റെ വീട്ടില് അമ്മയോട് പറഞ്ഞു, ഈ CUET എക്സാമിനെ കുറിച്ചൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോ അമ്മ ഇതിനൊരു കോച്ചിങ് എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം
അങ്ങനെ ഓൺലൈനിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടതാണ് എഡ്യൂബ്ലിക്സിനെ കുറിച്ച്. അങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടത്. ഞങ്ങളിങ്ങനെ ഒരുപാട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യും. ഞങ്ങളൊരു കൂട്ടം അധ്യാപകരാണ്. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ റൂമിൽ തുടങ്ങി. നമുക്ക് ഇപ്പൊ ഞാൻ CUET എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള PG കഴിഞ്ഞാണ്. അപ്പോൾ നമ്മളെ ബുജിയാർ സാറ് അപ്പോൾ നെറ്റ് ഉണ്ട്, BEd ഒക്കെ കഴിഞ്ഞാണ്. നമ്മൾ ഒരു റൂമിൽ ഒരു വർഷം ഫ്രീ ആയിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കും തുടങ്ങും. ഇന്നതാണ് CUET, ഇങ്ങനെ പഠിച്ചാൽ കിട്ടും. നമ്മൾ ഒരു വർഷം ചെയ്തു. ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്ന് അഡ്മിഷൻ എടുത്തു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഹൈടെക് ആക്കിയിട്ട് ആപ്പൊക്കെ കൊണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ മെറ്റയിൽ പരസ്യം ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റിനാണ് ഭദ്ര ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എജുബിൾസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എങ്ങനെയൊക്കെ ആയിരുന്നു പ്രിപ്പറേഷൻസ്, കാര്യങ്ങൾ? എനിക്ക് ഇത് ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ എജുബിൾസിലെ ക്ലാസ്സുകളിലൂടെയായിരുന്നു. ഞങ്ങൾ പഠിച്ചു പോകുമ്പം ഒരു ടോപ്പിക്കിനെ തൊട്ട് പോകുന്നതേ ഉള്ളൂ സ്കൂളിലാവുമ്പോ. പക്ഷെ അതിലേക്ക് ഉള്ളിലോട്ട് പോയി അതിന്റെ കുറെ കമ്പോണൻസ് നമ്മൾ എജുബിൾസിൽ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ എപ്പോഴും നമുക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതങ്ങനെയൊക്കെ കുറെ എന്താ പഠിക്കാനും പറ്റി, നമ്മൾ ചെയ്യാനും പറ്റി. നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടി, ക്വസ്റ്റ്യൻസിലോട്ടുള്ള അത് കിട്ടി. പിന്നെ എൻ്റെ സ്റ്റഡി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി സ്കൂൾ ടൈമിൽ അത് അവിടെ സ്കൂളിൽ പഠിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ടൈം കിട്ടുമ്പോഴൊക്കെ ക്ലാസ്സും കാണുമായിരുന്നു. പിന്നെ ഒരു ഷെഡ്യൂൾ അല്ലേ, ഒരു ദിവസം ഇന്ന ക്ലാസ് കാണണം എന്ന് പറയുന്ന ഷെഡ്യൂൾ ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്ത് അത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കറന്റ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ വരുത്തുമായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ ക്വിസ് പ്രോഗ്രാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നല്ല ക്രേസ് ആണ്. അങ്ങനെ അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമായിരുന്നു എപ്പോഴും. നമ്മളെ ഈ ഫൗണ്ടേഷൻ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ആ ഒരു സംഭവം അല്ലേ 3 സെക്ഷൻ ആയിട്ട്, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ഫൗണ്ടേഷൻ ടെസ്റ്റ്, ചാപ്റ്റർ വൈസ്. ഫൗണ്ടേഷൻ ടെസ്റ്റ് എനിക്ക് എത്രത്തോളം ഇത് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റി ഈ ചെയ്തപ്പം. അപ്പൊ നോക്കിയപ്പോ എനിക്ക് കുറെയൊക്കെ നല്ല മാർക്ക്. പിന്നെ മോക്ക് ടെസ്റ്റ് അതൊക്കെ ചെയ്തപ്പം കുറച്ചുകൂടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. അങ്ങനെ ആ രീതിയിൽ പഠിക്കാനൊക്കെ പറ്റി. മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട്, നാജിയ മാം, അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി ഒരുപാട് ഉണ്ടാവും. അങ്ങനെ മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട്, കാര്യങ്ങളൊക്കെ മാം എപ്പോഴും കാര്യങ്ങൾ നമ്മളോട് തിരക്കുമായിരുന്നു. മെന്റേഴ്സ് എപ്പോഴും ഓരോ കാര്യം ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ സാറിനെയും നമ്മള് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കുക, അപ്പൊ എല്ലാം ചെയ്യും. അപ്പം എപ്പോഴും അറ്റൻഡ് ചെയ്യുമായിരുന്നു സാറ്. ഇപ്പം കോളേജുകൾക്ക് അപ്ലൈ ചെയ്യാൻ പോയപ്പോഴെല്ലാം സാറിനോടും കൂടെ എല്ലാം ഒപ്പീനിയൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ ഏറ്റവും ശരിക്കും ഇതില്ലേ, എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് റിയൽ പ്രോസസ്സ് തുടങ്ങുന്നത്. എക്സാം എഴുതി കഴിഞ്ഞ് പല കുട്ടികളും പല സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യൂല, വെറുതെ ഇങ്ങനെ, അതായത് നല്ല സ്കോർ ഉണ്ടായിട്ടും. അപ്പൊ അവർക്ക് ഇതിന്റെ ബേക്ക് പോകാനൊരു പാടാണ്. അവർ അപ്ലിക്കേഷൻ കൊടുക്കണം, റാങ്ക് ലിസ്റ്റ് വരണം, പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ഈ അഡ്മിഷൻ പ്രോസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതില് ഭദ്രത്തോളമായി, അതിലാണ് നമ്മൾ ഏറ്റവും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ വന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള CUET എക്സാം എവിടെ നിന്നായിരുന്നു സെന്റർ എഴുതിയത്? എനിക്കിവിടെ കാർമൽ കോളേജ്, ആലപ്പുഴയിൽ കാർമൽ കോളേജിലായിരുന്നു ആദ്യം. പിന്നെ എനിക്ക് ചെങ്ങന്നൂരായിരുന്നു പിന്നെ രണ്ടാമത്. എഴുതി കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഒരു പ്രതീക്ഷ? എങ്ങനെ, എത്ര മാർക്ക് കിട്ടും? എനിക്ക് ഞാൻ എക്കണോമിക്സിന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എക്കണോമിക്സിൽ ഞാൻ വീക്കെന്ന് പറയുന്നില്ല, എന്നാലും എനിക്ക് ഹിസ്റ്ററിയോട് ഉള്ള അത്രയും ഒരു അഭിനിവേശം ഇല്ല. അപ്പം എക്കണോമിക്സിന് മാർക്ക് കണ്ടപ്പോ നല്ലോണം കിട്ടി. പിന്നെ പൊളിറ്റിക്സിന് ഞാൻ വിചാരിച്ച അത്ര മാർക്ക് വന്നില്ല. അപ്പം അത് കുഴപ്പമില്ല. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു മെയിൻ ആയിട്ട് 3 കൊടുത്ത് പഠിച്ചത്. പിന്നെ ഇംഗ്ലീഷും നന്നായിട്ട് പഠിച്ചായിരുന്നു. പിന്നെ മാത്സിൽ ഞാൻ വീക്കാണ് ഇത്തിരി, അതുകൊണ്ട് ലോജിക്കലായിട്ടുള്ള സംഭവമാണ് ഞാൻ കൂടുതലും സ്ട്രെസ് ചെയ്ത് പഠിച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. എനിക്ക് മാത്സ് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുക്കും ചെയ്യാൻ, അത് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ GATE 96% ഉണ്ട്. പറഞ്ഞാല് ടോപ്പ് 4% മുമ്പിലുള്ളൂ. GATE ആ 96% നല്ല സ്കോറാണ്. GATE പ്രിപ്പറേഷൻ എങ്ങനെ നോക്കിയത്? നമുക്ക് കംപ്ലീറ്റ്ലി ക്ലാസ്സുകൾ ഉണ്ടായിരുന്ന ആപ്പില്. പിന്നെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഓരോ വർക്ക് ചെയ്യായിരുന്നു ഡെയിലി? ക്വസ്റ്റ്യൻസ് നമ്മള് മാത്സ് നോക്കിയിരുന്നു. അതിൽ നമ്മൾ ക്ലാസ് കുറെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബുക്സ് ഉണ്ട് ചെയ്ത് പഠിക്കാനുള്ള കുറെ മാത്സ് ബുക്സും. പിന്നെ അച്ഛൻ മാത്സ് ആണ് സബ്ജക്ട്. അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് അച്ഛനോടും ചോദിക്കും. അച്ഛൻ കുറച്ച് ക്വസ്റ്റ്യൻസും തരും നമുക്ക്. അങ്ങനെയൊക്കെ കുറെ ചോദിക്കണ കൃത്യമായിട്ട് ഡെയിലി ഇത്ര സമയം പഠിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്കൂളിലെ കാര്യം ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അത് ഒരു 2 hours എങ്കിലും ഒരു ദിവസം. സ്കൂളിന്റെ കാര്യം വരട്ടെ. +12 റിസൾട്ട് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. +12 നമുക്ക് 16 മാർക്കാണ് മിസ്. 1200 5 മാർക്ക്. നമുക്ക് അതിൽ ആദ്യം ഒരു സങ്കടം പറയുന്നത്, ഞാൻ +2 റിസൾട്ട് കണ്ടു,
ഭദ്രയുടെ റിസൾട്ട് കണ്ടപ്പോ ആദ്യം നമുക്കുള്ള ഒരു സങ്കടം ഇംഗ്ലീഷ് മാത്രം അച്ഛൻ ഇവിടെ ഉണ്ട്. ഇംഗ്ലീഷ് മാത്രം അവർ 16 മാർക്ക് കുറച്ചു. +1 ഫുള്ളായിരുന്നു അല്ലെ? അത് ഇപ്പൊ റിവാലുവേഷൻ. അപ്പൊ ആദ്യം ഞാനിങ്ങനെ റിസൾട്ട് കണ്ടു ഭദ്രയുടെ. അപ്പൊ ഞാൻ അന്ന് ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് കാർണിവലിൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സംഭവം കാണുന്നത്. അപ്പൊ അത് സങ്കടമായിട്ട് ഞാൻ അന്ന് തന്നെ കണക്ട് ചെയ്തിരുന്നു. അപ്പൊ ഭദ്ര പറഞ്ഞു, ഭദ്രയുടെ അമ്മ പറഞ്ഞപ്പോൾ റിവാലുവേഷന് കൊടുക്കുന്നുണ്ട്, അതിൽ 16 മാർക്ക് കുറഞ്ഞു. അപ്പൊ റിവാലുവേഷൻ വന്നു. ഇപ്പൊ എത്രയാണ് മാർക്ക് ആയത്? ഇപ്പം 95 ആയി. ആദ്യം 84 ആയിരുന്നു. 84 ആയിരുന്നു. ആദ്യം 16 മാർക്ക്. ഇപ്പം 1200 1195. ഓക്കെ, എക്സലന്റ് മാർക്കാണ് അത്. അതില് എന്നിട്ട് ഡിഗ്രിക്ക് നാട്ടിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതെവിടെയായിരുന്നു? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയില് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത്. അവിടെ തന്നെ കിട്ടി. അവിടെ തന്നെ കിട്ടുകയും ചെയ്തു. ഓക്കെ, മെറിറ്റില്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. കേരള യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ബക്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ പ്ലസ് ടു അങ്ങനെ +2 ഒരു ദിവസം കൊടുക്കും ഇത്ര പഠനം. അത് എനിക്ക് ഒരു ടെൻഷൻ ആയിരുന്നു എപ്പോഴും. എക്കണോമിക്സ് ഓർത്ത് എനിക്ക് ഫുൾ മാർക്ക് അതിന് കിട്ടുമെന്നൊരു പേടിയായിരുന്നു. എനിക്ക് എക്കണോമിക്സിൽ അത്ര മൈക്രോയും വരുമ്പോൾ ഇത്തിരി ഡൗട്ട് തോന്നും ചില. അപ്പം ഞാൻ അതിന് ഇത്തിരി സ്ട്രെസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് പഠിച്ചതുകൊണ്ട് അതിന് കിട്ടി. പിന്നെ CUET-ക്ക് വേണ്ടി ഇത്ര സമയം ഇങ്ങനെയൊക്കെ മാറ്റി? CUET-ക്ക് വേണ്ടി കുറെ ഇംഗ്ലീഷ് അല്ലാണ്ട് നമ്മൾ ഒരു ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്യും. പിന്നെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ നോക്കിയപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഹിസ്റ്ററി പൊളിറ്റിക്സ് ക്ലാസ് കാണുമായിരുന്നു. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നല്ലോ. റിസൾട്ട് വന്ന് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എന്തായിരുന്നു പ്രതീക്ഷ? ഇതുകൊണ്ട് എവിടെയും കിട്ടും അങ്ങനെ എന്തെങ്കിലും ഉറപ്പുണ്ടായിരുന്നോ? എനിക്ക് നോക്കിയപ്പോ നല്ല മാർക്കായിട്ട് തോന്നി. പിന്നെ അമ്മയും പറഞ്ഞു നല്ല മാർക്കാണല്ലോ. അപ്പൊ എനിക്ക് ഒരു സന്തോഷമായി. അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല, അത്രയ്ക്ക് മോശമല്ലാത്ത മാർക്കാണ്, എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. പല കുട്ടികളുടെ ഡൗട്ട് എന്താ പറയുക, 250 മേലുള്ള സ്കോർ, 125 മേലുള്ള സ്കോർ നല്ല സ്കോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ പല കുട്ടികളും ഇതൊരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണല്ലോ. അപ്പൊ അതിൽ 200 മേലേക്ക് എടുക്കാറ് നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ പല കുട്ടികളും അത് മനസ്സിലാക്കൂല. അവര് അവരുടെ തന്നെ കുറച്ച് കാണിക്കും. അപ്പൊ അതുകൊണ്ട് പല കുട്ടികളും അപ്ലൈ ചെയ്യാതെ പോകും. ഓക്കെ, അപ്പൊ ഇനി പ്രധാനമായിട്ട് വരുമ്പോ ഇതിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞു, നമുക്ക് റിസൾട്ട് വന്നു. അപ്പം നമുക്ക് പിന്നെ എങ്ങനെയായിരുന്നു അഡ്മിഷൻ കൗൺസിലിംഗ്? ഇന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തിരുന്നോ? അത് ഗ്രൂപ്പില് മെസ്സേജ് വരുമായിരുന്നു, നമ്മൾ അത് കാണുമായിരുന്നു. പിന്നീട് അമ്മയും അന്വേഷിക്കുമായിരുന്നു. അമ്മ ടീച്ചറാണ്. അപ്പം അമ്മയ്ക്ക് പരിചയമുള്ള ടീച്ചർമാരോടും അച്ഛനും പരിചയമുള്ള അച്ഛന്റെ സാറുമാരുടെ മക്കളും ഒക്കെ CUET ഡൽഹിയിലൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പം ഓരോരുത്തരോടും കാര്യം ചോദിക്കുമായിരുന്നു എല്ലാവരോടും. അങ്ങനെ ചോദിച്ച് നല്ല യൂണിവേഴ്സിറ്റികളെന്ന് തോന്നുന്നിടത്തെല്ലാം അപ്ലൈ ചെയ്തു. എങ്ങനെ അച്ഛന്റെ അമ്മന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളാണ്? 10th കഴിഞ്ഞപ്പം എന്നോട് പലരും പറഞ്ഞു സയൻസ് എടുക്കാൻ. ഞാൻ ആദ്യം ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു നിന്നതായിരുന്നു. ആ സമയത്ത് എല്ലാരും ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു, സയൻസ് എടുത്താലോ എന്ന്. പക്ഷെ ഇവര് നിർബന്ധിച്ച് പറഞ്ഞു വേണ്ട, എനിക്കിഷ്ടം ഹ്യൂമാനിറ്റീസ് അല്ലേ, അത് തന്നെ എടുത്താൽ മതി. അങ്ങനെ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഞാൻ അതെടുത്തു. പിന്നീട് ഇപ്പം CUET എഴുതാൻ എല്ലാരും പറഞ്ഞ് എഴുതണം. പക്ഷെ ഞാനിവിടെ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഇവര് പറഞ്ഞു അതും എഴുതണം, നല്ല കോളേജ് കിട്ടി നന്നായിട്ട് പഠിക്കണ്ടേ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും എഴുതി. അപ്പം പിന്നീടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ പൊളിറ്റിക്സാ എടുക്കുന്നത്. ഒരു UPSC ആഗ്രഹം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച് ഇറങ്ങിയ ഏതൊരു കുട്ടിയും ഇപ്പം പൊളിറ്റിക്സ് എടുക്കുന്നത്. എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൊളിറ്റിക്സ് എടുത്തു. ഞാൻ മാത്രമേ ഉള്ളൂ അതിൽ ഡിഫറെന്റ് ആയിട്ട് ഹിസ്റ്ററി എടുത്തത്. അപ്പം ഇവര് പറഞ്ഞിട്ടാണ്, ഇവര് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പഠിക്കുന്നത് നന്നായിട്ട് പഠിച്ചാൽ മതി. ആ ഒരു എൻകറേജ്മെന്റ് കിട്ടിയത് കൊണ്ട് ഞാൻ ഹിസ്റ്ററി എടുത്തത്. അപ്പം ഇവരാണ് എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും ഹെസിറ്റേറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും എന്നോട് എടുക്കാന്ന് പറഞ്ഞ് പ്രചോദനം നൽകിയത് ഇവരാണ്. അപ്പം അച്ഛനും അച്ഛമ്മയും വീട്ടിലെ ഇവര് അച്ഛനും അമ്മയും ജോലിക്ക് എപ്പോഴും തിരക്കായിരിക്കും. അപ്പം എന്നെ എക്സാമിന് കൊണ്ടുപോയതെല്ലാം അമ്മമ്മയായിരുന്നു. പിന്നെ കാർമൽ കോളേജിൽ കൊണ്ടുപോയതും ചെങ്ങന്നൂരിൽ എക്സാം എഴുതാൻ കൊണ്ടുപോയതെല്ലാം എല്ലായിടത്തും എപ്പോഴും അമ്മാമ്മയും അപ്പാപ്പനും കാണും. അപ്പൊ മൊത്തം ചേണിയിൽ അമ്മാവ അച്ഛനും നല്ല പ്രാധാന്യം അവർക്കാണ്. വീട് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്പിറസി ആണ് അല്ലെ? ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. പിന്നെ ഞാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോകട്ടെ. എന്താണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ +2 കുട്ടികളോട് ഭദ്ര കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഉണ്ടാവും? എന്തായിരിക്കും ഇപ്പോഴത്തെ? ഞാൻ മനസ്സിലാക്കിയ +2 കുട്ടികളൊക്കെ ഒരു ലക്ഷ്യബോധം, കാര്യബോധം. ഞാൻ +2 സോഷ്യോളജിയുടെ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇപ്പൊ.
അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന അത്രയൊക്കെ CUT ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിടത്തൊന്നും കുട്ടിക്ക് അറിയില്ല. അവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താവും ഈ വീഡിയോ കാണുന്ന ആള്, അല്ലെങ്കിൽ നമ്മളെ +2 കമ്മ്യൂണിറ്റിക്ക് മൊത്തം കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ഇപ്പം ഒരു ആഗ്രഹവും ഗോൾസോ ആംബിഷൻസോ ഇല്ലാത്തവര് CUT എഴുതി നമ്മളൊരു നല്ലൊരു CUT കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതെല്ലാം നല്ല മിടുക്കരായ കുട്ടികളായിരിക്കും. അപ്പൊ നമുക്കൊരു എന്താ പറയാ മോട്ടിവേഷൻ ആവും, എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുക. കാരണം ഭാവിയിൽ ഇവരെ കാണുമ്പോൾ നമുക്കൊരു വിഷമം വരരുതല്ലോ, അവർ റിഗ്രറ്റ് അടിക്കരുതല്ലോ. അപ്പം ഇങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഒരു CUT പഠിച്ചാൽ തോന്നും. പിന്നീട് എക്സ്പോഷറാണ് രണ്ടാമത്തെ കാര്യം. നമുക്ക് ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തു നിന്നും കുട്ടികൾ നമ്മുടെ കൂടെ വന്ന് പഠിക്കാം. നമുക്ക് അപ്പൊ അത്രയും കൾച്ചറും ഒരു ലാംഗ്വേജും ഒക്കെ നമുക്ക് എന്താ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അത്രയും പേരോട് നമുക്ക് ഇന്ററാക്ഷൻ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇത്തിരി ബ്രോഡർ ആവും. അങ്ങനെ കുറെ ഒരുപാട് എന്താ അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ CUT പഠിക്കുമ്പോൾ. പിന്നീട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ എന്താ പറയാ നാഷണൽ ലെവലിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് CUTക്ക്. അപ്പം അതൊക്കെ കൊണ്ടാണ് ആ എക്സ്പോഷർ ആണല്ലേ. നമ്മളെക്കാൾ കഴിവുള്ള ഒരു 4 ആളെത്തിയാൽ നമുക്ക് പോലെ കഴിവുണ്ടാണ്. ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പഠിച്ചു. ഞാൻ അവിടെ പോയെടുക്കുമ്പോൾ എന്റെ ചുറ്റുള്ള ആളുകളൊക്കെ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് പറഞ്ഞു. ഇപ്പൊ ബേസിക്കലി അവര് ഇന്റർവെല്ലിന് പോകും എങ്ങോട്ടാ, അവര് ലൈബ്രറിക്കാ. ഞാനും ഉണ്ടാവും അവരെ വേക്ക് പോകുന്നു. ഞാൻ വായിക്കുന്ന ഒരാളല്ലെങ്കിൽ ഞാൻ വേക്ക് പോകും ലൈബ്രറിയിൽ വായിക്കുന്നു. പിന്നെ 24 hours വർക്കിംഗ് ആയിട്ടുള്ള ലൈബ്രറി. രാത്രി ഹോസ്റ്റല് നമ്മളെ ഇൻബിൽഡ് ആണ്, അതിന്റെ അപ്പുറത്ത് ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ നമുക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ ആ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ. SU എന്നൊക്കെ പറഞ്ഞ ഒരു 2400 ഏക്കറാണ്. അതിലേക്ക് ഒരു ഒരു ഭയങ്കര പച്ചപ്പൊക്കെ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ SUലുണ്ട്. അപ്പൊ അവരും പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഹെൽപ്പ് ഡെസ്ക്, എല്ലാ അഡ്മിഷന്റെ കാര്യങ്ങളും. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമ്മളെ കുട്ടികൾ പോണ്ടിച്ചേരി ഓൾറെഡി ഉണ്ട്. BBA ചെയ്യുന്നൊരു മറസീന് ചാനൽ എടുത്ത് നോക്കിയാൽ മുമ്പ് മറസീന്റെ ഇന്റർവ്യൂ കാണാനാവും. ഞാൻ പിന്നെ കൊടുവള്ളി തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും അവിടെ എത്തി നല്ല പഠനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ തുടങ്ങണമെന്ന് തോന്നിയിരുന്നോ? എന്തായിരുന്നു? എനിക്ക് അത് തോന്നിയിരുന്നു. അങ്ങനെ മെയിൻ ആയിട്ടും തോന്നിയത് മാത്സിന്റെ കാര്യത്തിലായിരുന്നു. ഞാൻ മാത്സിൽ ഇത്തിരി വീക്കാണല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് മാത്സ് ഒന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു ടൈം കിട്ടിയില്ല. സ്കൂൾ എക്സാംസും അതിന്റെയൊക്കെ ഇടയിൽ ബാക്കിയുള്ള സബ്ജക്ട് എല്ലാം നന്നായിട്ട് പഠിച്ചു പോയപ്പം മാത്സ് ഇത്തിരി ഉഴപ്പിയോ എന്നൊരിത്. അപ്പൊ ഹൈദരാബാദിൽ എത്തണമെങ്കിൽ നമുക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മസ്റ്റ് ആണല്ലോ. അപ്പം ആ ഒരു കാര്യത്തിൽ ചെറിയൊരു റിഗ്രറ്റ്. ഒരു ലോങ് ടൈം ബാച്ചിൽ ഫസ്റ്റ് നമ്മൾ +2ന്റെ ഒപ്പം +2 സബ്ജക്ട് സ്കൂളിന്റെ ഒപ്പം പഠിക്കുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണമെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ അതില് ഞാൻ വേറെ ഭദ്രനോട് ചോദിക്കാനുള്ള കാരണം ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അമ്മ ഇടക്കിടക്ക് പറയും ഫോൺ അമ്മ കൊണ്ടുപോയി, ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മൾ ക്ലാസ്. ഇപ്പൊ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങൾ പഠനത്തിന് എങ്ങനെയാണ്? മൊബൈല് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് മേടിച്ചത്. ഇപ്പൊ കോളേജിൽ പോകാൻ വേണ്ടിയായിട്ടാണ് മേടിച്ചത്. അപ്പം എന്നാലും മൊബൈൽ യൂസ് ചെയ്യുമായിരുന്നു. അമ്മയുടെ എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പുസ്തകം വായിക്കുമായിരുന്നു. ഫോൺ ഇതുവരെ ഇല്ലായിരുന്നു. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണോ ഭദ്രകാലം? അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടായിരുന്നു. ഇപ്പം മിക്ക കുട്ടികളും ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആണല്ലോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഇപ്പോഴും ഇല്ല. അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല ഞാനത് എടുക്കുന്നതിനോട്. ഇപ്പം അത് അറ്റൻഷൻ സ്പാൻ കുറയുന്ന പോലെ എനിക്കും തോന്നി. അമ്മയുടെ ഫോണിൽ കുറച്ച് നാൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് അതിൽ തന്നെ ഇരുന്ന് മുഴുകി പോകുന്ന പോലെ തോന്നി. അപ്പൊ അതില്ലാത്തത് ഒരു എന്താ പറയാ നല്ലൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു മൊബൈലിൽ. അമ്മ വർക്ക് കഴിഞ്ഞ് വന്ന് രാത്രി കിടന്ന സമയത്ത് ആപ്പിൽ ക്ലാസ് കണ്ടിട്ടാണ് ഭദ്ര പഠിച്ചത്. ഇക്കാലത്ത് ഫോണും ടാബും ഒക്കെ ഉണ്ടായിട്ടും പഠിക്കാതെ മക്കളെക്കാൾ എത്രയോ ബെറ്ററാണ് ഭദ്രയുടെ ഈ വിജയം. അതന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. പൊതുവെ എല്ലാ നാട്ടിലുള്ള സ്റ്റീരിയോ ടൈപ്പിനൊക്കെ എതിരാണ് ഭദ്ര. അങ്ങനെയൊക്കെ വന്ന് എക്സ്ട്രാordinary. ഇപ്പം എങ്ങനെയൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പെർഫോം ചെയ്ത് കാണിച്ചാൽ ഐ റിയലി അഡ്മയർ. ഒരു ബിഗ്ഗസ്റ്റ് അതെ. +2 പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് മാനേജ് കൊണ്ടുപോകാൻ എല്ലാവരും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് അവളെ മാനേജ് ഒരു പ്രശ്നമില്ല. അവള് കുറച്ചുകൂടെ മെച്ചറാണ്. എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പോവുക, സ്കൂളിൽ പോയിട്ട് ക്ലാസ് കഴിയുമ്പോൾ നേരെ വീട്ടിലേക്ക് വരിക, അങ്ങനെയുള്ളൊരു രീതിയാണ്. ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോ ചോദിക്കുമ്പോ ആ കടയിൽ കയറാം, അപ്പൊ നിങ്ങൾ കയറിട്ട് വാ, ഞാൻ നടക്കാം. ആ ഒരു രീതി ആരുമായിട്ടും പിണങ്ങാനൊന്നും നിൽക്കത്തില്ല. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അവളെ സംബന്ധിച്ചോളം പഠിക്കും, അവളുടെ കാര്യം നോക്കും അവൾ. പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പം ഓരോരുത്തരും
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോ അവർക്ക് താല്പര്യം ഫീസ് അടയ്ക്കണ്ട. ഡൽഹിയിൽ എനിക്ക് ടോപ്പ് കോളേജാണ്, അതൊന്നും കിട്ടിയില്ല. അപ്പൊ ഇത് എന്താണ് ഹയർ ഓപ്ഷൻ വെക്കണമെങ്കിൽ അടയ്ക്കണം, അത് വേണ്ട. എനിക്ക് ഹയർ ഓപ്ഷനിൽ ചിലപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന കോളേജ് കിട്ടത്തില്ല, അതുകൊണ്ട് അവിടെ ക്യാഷ് അടയ്ക്കണ്ട. അങ്ങനെ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഇയാള് നോക്കും, ഫോണിൽ നോക്കിയിട്ട് ഇവള് നോക്കി ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇവൾക്ക് പിന്നെ എന്താ എല്ലാ കോളേജിന്റെയും എന്താണ് റാങ്കിങ് നോക്കും. അവളിപ്പോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം, അമ്മ ഗാന്ധി കോളേജ് ഡൽഹിയാണ്, പിന്നെ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ റാങ്കിങ് അപ്പൊ വേണ്ട. അല്ല പക്ഷെ ഇതിലൊരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർ ഈ സിവിൽ സർവീസിലൊക്കെ നോക്കുമ്പോൾ ബുദ്ധിയല്ല, അതിനപ്പുറം ഈ ലൈഫ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇവർക്ക് എക്സ്പേർട്ട്, കാരണം ഈ ഒരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആണ്, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഭദ്രക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. എന്തായാലും നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തട്ടെ. പിന്നെ അതില് ജുബിൾസ് ഞങ്ങൾക്ക് നിങ്ങളൊരു ഭാഗമായതിൽ നമ്മളും പ്രൗഡാണ്. ഒരു ആദ്യ വർഷം നമുക്ക് പ്രതീക്ഷയിലപ്പുറം റിസൾട്ട് ഉണ്ടായി. അതില് ആദ്യത്തെ വർഷത്തിൽ നമ്മൾ ചുരുങ്ങിയ 120, നമുക്ക് മൊത്തം ഗ്രൂപ്പ് എടുത്താൽ 120 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ തന്നെ നമുക്കൊരു 10-20ഓളം നല്ല ബ്രൈറ്റ് ആയ സ്റ്റുഡൻസ് ഇപ്പൊ CUCAN റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ തന്നെ മെജോറിറ്റി സ്റ്റുഡൻസ് വന്നു. ഇപ്പൊ SCയും പോണ്ടിച്ചേരിയും ഡൽഹിയും ഒക്കെ വരുമ്പോൾ അതിനെപ്പോലെ നല്ല കുട്ടികൾ ഉണ്ടാക്കാൻ ഇനി അടുത്ത വർഷം സാധിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ.